ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെയാണ്, തലയൊന്ന് പൊങ്ങിയപ്പോഴുള്ള ആവേശമാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പം അസുഖമായിട്ട് കിടപ്പിലൊക്കെ ആയിപ്പോയില്ലേ. ഏകദേശം ഒരു 2 മാസത്തിന് മേലെയായി എനിക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും വന്നിട്ട്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്നല്ല, എന്നാലും കുറച്ച് ഇങ്ങനെ മെഡിസിൻസിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് വീടൊക്കെ ഒരു പരുവമായി. ഇത് കണ്ടോ, ഇത് എനിക്കൊരു ഷോള് മേടിച്ചതാണേ. അപ്പോൾ ആ ഷോള് ഭയങ്കര വലുത്. അപ്പം അത് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഷോളിൻ്റെ അതിന് ലൈനിങ് ഒക്കെ എടുത്തു വെച്ചു. ഇതാ വേറെ ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തുണിയാണ് കേട്ടോ. അപ്പം അതിൽ ഞാൻ എനിക്കും എൻ്റെ മമ്മിക്കും വേണ്ടി തയ്ച്ചു. അപ്പം എൻ്റെ മമ്മിക്ക് തയ്ച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഫുൾ ക്ലീനിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ കഴുത്തിൽ കണ്ടോ, കോളറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കുനിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തലകറക്കം വരും. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും കോളർ ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോളർ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വിചാരിക്കുന്ന പോലെയല്ല, കാണുന്ന പോലെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പം കോളർ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ പിന്നെ എടുത്ത് പറയുവാണ്, ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് അത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ ഒന്നോ രണ്ടോ പേരൊക്കെ ഇങ്ങനെ കമൻ്റ് അയക്കുന്നുണ്ട്, ഇത് ബാക്കിയുള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തോന്നാ ഇത്രയ്ക്ക് വലിയ പറയാനുള്ളത്, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഈ ലേറ്റസ്റ്റ് എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോയിലും അങ്ങനെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ 25 വർഷമായിട്ട് ക്യാൻസർ വന്നു പോയ ആൾക്കാരുണ്ട്, ഒരാളുണ്ട്, അവരൊക്കെ ഇപ്പോഴും നല്ല സുഖമായിട്ടിരിക്കുന്നു, അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടു കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു സിറ്റ് ഡൗൺ വീഡിയോ ചെയ്യാം. എൻ്റെ അസുഖങ്ങളെ പറ്റിയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെക്കുറിച്ചുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ലേഡി എഴുതിയിരിക്കുകയാണ്, അവരുടെ വീട്ടിൽ 25 ഇയേഴ്സ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നു പോയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അവരിപ്പം ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു. അത് ഭാഗ്യം എന്നേ ഞാൻ പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതൊക്കെ. അപ്പം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോസിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ അസുഖം വന്നു പോയതിന് ശേഷം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഹിസ്റ്ററക്ടമിയുടേതും അവർ അതുപോലെ എന്നെ കുറ്റപ്പെടുത്തി അതിൽ പറഞ്ഞു, അത് അതിന് നിങ്ങൾ പറയുന്നത് പോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന്. അതും ഞാൻ പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറയാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ അസുഖങ്ങളെക്കുറിച്ചും അല്ല എന്തിനെക്കുറിച്ച് പറയുമ്പോഴത്തേലും അത് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഓരോരുത്തരുടെയും ശരീരവും ഡിഫറെൻ്റ് ആണ്. എല്ലാവരുടെയും ശരീരം ഒരുപോലെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ചിലരുടെ ബോഡി അങ്ങനെ ആയിരിക്കില്ല, കുറച്ച് എന്താ പറയുന്നത്, സെൻസിറ്റീവ് ആയിരിക്കും. എൻ്റെതൊക്കെ സെൻസിറ്റീവ് ബോഡിയിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെത് പോലെയുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരും ഉണ്ടാവാം. അപ്പം അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് ഞാനിപ്പം എന്നെ പോലെയുള്ളവർക്കാണെങ്കിൽ അതിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കൂടുതലും ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അതൊരിക്കലും ഞാൻ ഒരാളെ കമ്പയർ ചെയ്ത് പറയുന്നതല്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നില്ല. അപ്പം എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം എൻ്റെ ബോഡിയിൽ നടക്കുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുമല്ലോ. അത് മറ്റൊരാളെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം വീടൊക്കെ ഒരു കോലമായിട്ട്. ഇതെൻ്റെ സ്റ്റിച്ചിങ് റൂമാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ദീപ്തി എന്ന് പറയുന്ന എൻ്റെ മൂത്ത മോളാണ്. മോളുടെ റൂം ഞാൻ കൺവേർട്ട് ചെയ്ത് സ്റ്റിച്ചിങ് റൂമായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴെല്ലാം ഈ കോളർ എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ കോളറിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. കോളർ ഇടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് കമൻസ് വരാം, കോളർ ഇടുന്നതിൽ എന്തോ ബുദ്ധിമുട്ട്, അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം കാര്യമാണ്. എനിക്ക് കോളർ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ചിലപ്പം അതിട്ട് ശീലമാകുമ്പോഴത്തേല് റെഡി ആവുമായിരിക്കും. ഇപ്പം ഇട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ, അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് കോളർ ഇട്ടപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് അതിനി കയറി കമൻറ്റ് ചെയ്ത് എന്നെ ഇതാക്കരുത് കേട്ടോ. ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇത് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കഴിഞ്ഞപ്പോഴേക്കും വീടൊക്കെ ഒരു പരുവമായിട്ട് കിടക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അടുക്കി പെറുക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ആകെ വൃത്തികേടായിട്ട് കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തല പൊങ്ങിയപ്പോഴേക്കും ഞാൻ റൂംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ക്ലീൻ ചെയ്തത് എൻ്റെ ആ സ്റ്റിച്ചിങ് റൂമായിരുന്നു. കാരണം അതിൽ കുറേ ഇത്രയും വയ്യാതെ ഞാൻ കിടക്കുമ്പോഴും ഞാൻ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ. എത്ര വയ്യെങ്കിലും ഞാൻ കുറച്ചൊന്ന് എൻ്റെ തല പൊങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പം ഞാൻ എഴുന്നേറ്റ്, വെച്ചാൽ ഒരു മനുഷ്യന് ഫുൾ ടൈം ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ രോഗങ്ങളെ മറക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ആ സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ കുറേശ്ശെ ഞാൻ തയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തയ്ക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ എല്ലാം എടുത്തെടുത്ത് തന്നെ ചിലപ്പോൾ വെക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ആ റൂം മുഴുവൻ ഇങ്ങനെ ആകെ മെസ്സി ആയിട്ട് കിടന്നു. അതുകൊണ്ടാണ് ആ റൂം ഒതുക്കി നല്ല നീറ്റാക്കി. ഇവിടെ ഇപ്പോൾ ഇത് ദിവ്യയുടെ റൂമാണ്. ദിവ്യ എൻ്റെ ഇളയ മോളാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ റൂം ഉപയോഗിക്കുന്നത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ ഓഫീസ് റൂമായിട്ട് ഹസ്ബൻഡ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എത്ര നമ്മൾ ആ കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിരിക്കുന്നതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നിരുന്നാലും അതിൽ കുറേയൊക്കെ ഇങ്ങനെ പൊടിയും അഴുക്കും ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനിത് എപ്പോഴും ഒതുക്കി വെക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടായപ്പോഴത്തേല് അത് കൂടുതൽ അങ്ങ് മെസ്സി ആയിപ്പോയി. അപ്പോൾ അതും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കിയൊക്കെ ഒന്ന് വെക്കുവാണ് കേട്ടോ. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പിന്നീട് ഞാൻ പിന്നെയും കിടപ്പായി പോയി കഴിഞ്ഞപ്പോഴത്തേല് വീണ്ടും ഇപ്പോൾ വീട് കുറച്ച് മെസ്സിയാണ്. അത് എനിക്ക് പറ്റുന്നത് പോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ തലയൊന്ന് പൊങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തും ഇതാക്കിയൊക്കെ ഇടും. ഇല്ലെങ്കിൽ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര അസ്വസ്ഥതയാണ്. എൻ്റെ അസുഖങ്ങളെല്ലാം എനിക്ക് ഇരട്ടിക്കുന്നത് പോലെ തോന്നും. വീട് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെ സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കുന്നത് കാണുമ്പോൾ, അടുക്കി പെറുക്കി വെക്കാതിരിക്കുന്നത് കാണുമ്പോഴൊക്കെ. അപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ റൂമൊക്കെ നന്നായിട്ട് അടുക്കി പെറുക്കിയൊക്കെ ക്ലീൻ ചെയ്തു. ഇത് ലാസ്റ്റ് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ വന്നപ്പോഴത്തേലും ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ മാറ്റിയ ഷീറ്റാണ്. അതുകൊണ്ട് ഷീറ്റൊന്നും മാറ്റുന്നില്ല. പക്ഷെ എന്നാൽ ഈ തലയണകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഇതൊക്കെ ഇത് ബെഡിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ പണിതിരിക്കുന്ന സ്റ്റാൻഡിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കും. അപ്പോഴത്തേല് അതും ആകെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കിടക്കുമ്പോൾ ചിലപ്പം അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. എഴുന്നേൽക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് വൃത്തിയാക്കുകയാണ് കേട്ടോ. വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ കാണുമ്പോഴത്തേലും എനിക്ക് എൻ്റെ അസുഖം തന്നെ പകുതി അങ്ങ് കുറഞ്ഞതുപോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പൊതുവെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഈ ഒരു പെർഫെക്ഷനിസം നോക്കി നടക്കുന്ന ഒരാളാണ്. ഒരിക്കലും അങ്ങനെ ആവരുതെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഈ പെർഫെക്ഷനിസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല അതങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇതാവുമ്പം അത് നമ്മുടെ മൈൻഡിനെ ഒരുപാട് ബാധിക്കും. എന്നിരുന്നാലും പറ്റുന്നത് നമ്മൾ ശീലിച്ചതല്ലേ പാലിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതാക്കി പോകുന്നുണ്ട്. എന്നെക്കാളും ഭയങ്കര വൃത്തിയാണ് എൻ്റെ മക്കൾ കേട്ടോ. അവരുടെ ഇത് നോക്കുമ്പോൾ ഞാനെങ്ങും ഒന്നുമല്ല.
അത്രയും നീറ്റായിട്ടാണ് അവർ രണ്ടുപേരും അവരുടെ വീടും എല്ലാ സാധനങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പൊരു വീഡിയോയിൽ അവരുടെ ഇങ്ങനെ അവർ ക്ലീൻ ചെയ്യുന്നതും അവർ വെച്ചിരിക്കുന്ന ഇതിൻ്റെയും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നാലായിട്ട് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അവർക്കും ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നതുകൊണ്ട് സമയമില്ല ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുത്ത് അയച്ചു തരാൻ. അങ്ങനെ അയച്ചു തരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെക്കാളും ഭയങ്കര ഇതാണ് മക്കളെന്നുള്ളത്. അപ്പോൾ തലേദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് വിയർപ്പൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നതായിരുന്നു കേട്ടോ ഡ്രസ്സ് അവിടെ. എന്നിട്ട് അതൊക്കെ കറക്റ്റായിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേല് എടുത്ത് ഞാൻ വാർഡ്രോബിൽ ഹാങ്ങറിൽ ഇതാക്കി ഇടുകയാണ്. പിന്നെ ഇത് ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെയും അതേ അത്യാവശ്യം ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കും. പിന്നെ ഈ സമയത്തൊക്കെ ആകെ പുറത്ത് പോകുന്നതെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അല്ലാതെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇനി പോകുമ്പോഴത്തേല് അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് അങ്ങനെ ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എൻ്റെ ശാരീരികാവസ്ഥ പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് നീറ്റാക്കി അതിനുശേഷം ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഇതാ വെച്ചിട്ടാണ് ഇങ്ങനത്തെ അടിച്ചു വരുന്നത്. ഇത് എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഇത് വെച്ച് അടിച്ചു വാരി ശീലമില്ലാത്തത് കൊണ്ട് ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഇങ്ങനെ കുനിഞ്ഞിട്ട് ചെയ്യാനുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും എനിക്ക് അല്ലാതെ ഉള്ളത് വെച്ച് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും സൗകര്യം. എന്നാലും ഇത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സമയം ഒരുപാട് എടുക്കുന്നു കേട്ടോ. എനിക്കത് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഡൈനിങ് റൂം അല്ലല്ലോ, ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം, സിറ്റ് ഔട്ട് ഇതൊക്കെ അടിച്ചു വരുന്നത് പിന്നെ എനിക്ക് എടുക്കാനായിട്ട് മറന്നുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ ചിലയിടത്ത് ക്യാമറ കൊണ്ടുവന്ന് വെക്കാനും ഓൺ ചെയ്യാനും ഒക്കെ മറന്നു പോകും കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് കിച്ചൺ ഞാൻ നേരത്തെ കൗണ്ടർ ടോപ്പൊക്കെ ഒതുക്കി അവിടെയെല്ലാം കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. ഇപ്പം ലാസ്റ്റ് വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൂടെ ഇടുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിവതും എല്ലാവരുടെയും കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം എന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വീഡിയോസ് ഇനിയും കൂടുതൽ വ്യൂസ് ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതലായിട്ട് വീഡിയോ കാണുക, അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.